നമഃശിവായ. അമ്മയുടെ രാമായണ സന്ദേശം. മക്കളെ, ആയിരത്താണ്ടുകളിലൂടെ വികസിച്ച നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം. ജീവിത മൂല്യങ്ങളുടെ സമഗ്ര ദർശനം അതിൽ നമുക്ക് കാണാം. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ഉദാത്തമായ ബന്ധം, സ്വാർത്ഥതയില്ലാതെ സഹോദര സ്നേഹം, ത്യാഗപൂർണമായ ദാമ്പത്യ ജീവിതം, ഉത്തമമായ ഗുരുശിഷ്യ ബന്ധം, ക്ഷീണമെന്തെന്നറിയാതെ സേവകഭാവം, ഇവയെല്ലാം രാമായണത്തിൽ തെളിഞ്ഞു കാണാം. ജ്ഞാനവും ഭക്തിയും കർമ്മവും യോഗവും എല്ലാം വേണ്ട വിധം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ വിധം അനേക മൂല്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് രാമായണം. രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട്. നന്മതിന്മകളും ധർമാധർമ്മങ്ങളും അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ വേർതിരിച്ചറിയുന്നു. ഒരർത്ഥത്തിൽ രാമായണത്തിലെ രാമനും ലക്ഷ്മണനും ഭരതനും സീതയും രാവണനും ബാലിയുമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഉത്തമരായ വ്യക്തികൾ പോലും അവിവേകം മൂലം എങ്ങനെ അധപ്പതിക്കുന്നുവെന്ന് ദശരഥൻ, കൈകേയി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. നമ്മുടെ ഉള്ളിലെ ശ്രേഷ്ഠവും നീചവുമായ ഈ ഭാവങ്ങളെ തിരിച്ചറിഞ്ഞ് ശരിയായ മാർഗത്തിലൂടെ മുന്നേറുക എന്നതാണ് നമ്മുടെ ധർമ്മം. അതിനുള്ള മാർഗദർശിയാണ് രാമായണം. അങ്ങനെ ലോക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് എങ്ങനെ പരമപദം പോകാമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന മഹത് ഗ്രന്ഥം കൂടിയാണ് രാമായണം. രാമായണത്തിൽ ആദർശ കഥാപാത്രങ്ങൾ നിരവധിയാണ്. അവയിൽ ഏറ്റവും തിളക്കമാർന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഹനുമാന്റേത്. രാമഭക്തന്മാരിൽ ഒന്നാമനും ഹനുമാൻ തന്നെയാണ്. ഹനുമാന്റെ വീര്യം, ഉത്സാഹം, പാണ്ഡിത്യം, വിവേകം എല്ലാം അതുല്യം തന്നെ. എന്നിട്ടും ഹനുമാനിൽ ഞാൻ എന്ന ഭാവം ലവലേശമില്ല. തൻ്റെ ശരീരവും മനസ്സും സർവശക്തികളും ഹനുമാൻ രാമനു വേണ്ടി സമർപ്പിച്ചു. രാമകാര്യത്തിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ വിശ്രമം എന്ന വാക്കു തന്നെ ഹനുമാൻ മറക്കുന്നു. രാമനാമം ജപിക്കാനും രാമകഥ കേൾക്കാനും വേണ്ടി മാത്രം ഹനുമാൻ ഇന്നും ചിരഞ്ജീവിയായി കഴിയുന്നുവെന്നാണ് വിശ്വാസം. ഹരി ഓം നമഃ ശിവായ.